ബട്ടർ നാൻ ഉണ്ടാക്കാനായിട്ട് വീറ്റ് ഫ്ലോർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വീറ്റ് ഫ്ലോർ ഒരു 1/2 കിലോ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഉപ്പായിരിക്കും നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. നമുക്കിതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഈസ്റ്റ് കുറച്ച് ചൂടുവെള്ളത്തിൽ നമ്മൾ അലിയിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പ് പുളിപ്പിച്ച ഈസ്റ്റ് ഉണ്ട്. അപ്പോൾ അലിയിച്ച ഈസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന അതേ കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവ് കുഴച്ചെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ചപ്പാത്തിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 സ്പൂണാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബട്ടർ നാൻ ഉണ്ടാക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 6 മണിക്കൂർ നമ്മൾ പൊങ്ങാനായിട്ട് വെച്ച് കൊടുക്കണം. കുറച്ച് വെള്ളം കയ്യിലെടുത്ത് നമ്മൾ ഈ മാവ് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറമേ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു മൂടി എടുത്ത് അതൊന്ന് നനച്ച് കൊടുക്കണം. അപ്പം നനവുള്ള ഒരു മൂടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. വെള്ളമുള്ളൊരു മൂടിയാണ്. അല്ലെങ്കിൽ നനഞ്ഞ തുണിയിട്ട് മൂടിയാലും മതിയാവും. നമ്മളിപ്പം നനവുള്ള ഒരു മൂടി എടുത്ത് മൂടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതൊരു 6 മണിക്കൂർ ശേഷം നമുക്ക് പൊങ്ങി വരും. ആ സമയത്ത് നമുക്ക് ബട്ടർ നാൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പം 6 മണിക്കൂറിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ബട്ടർ നാനിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 4-5 മണിക്കൂർ ഞാൻ പെർമനൻറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിക്ക് പോലെ പരത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ നാനിനുള്ള മാവ് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തവയിലിട്ട് ചുട്ടെടുക്കാം. നമുക്കൊന്ന് ബട്ടർ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബട്ടർ നാൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കൂടാതെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക് യു.